എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ്. ഇവിടെ കോലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ സീക്രട്ട് വൈറ്റൽസ് എന്ന് പറഞ്ഞ ഒരു ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഓണറാണ്. മാഡത്തിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? എൻ്റെ ഒരു ജിൻസി എന്നാണ്. ഞങ്ങൾ 2 പാർട്ട്നേഴ്സ് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ത്രീ സംരംഭമാണിത്. നമ്മൾ സാധാരണ ഇഡ്ലി മാവ് മേടിച്ചുണ്ടാക്കല്ലേ ചെയ്യാ. ഈ പൊടിയായിട്ടാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രോസസ് ചെയ്യണത്? പൊടിയാണെങ്കിൽ നമ്മൾ തലേദിവസം കലക്കി വെക്കണം. 12 മണിക്കൂർ നമ്മൾ കലക്കി വെക്കണം. ഇത് സാധാരണ നമ്മുടെ മാവിനേക്കാൾ ഒരു ടേസ്റ്റ് ഒരുപാട് മാറ്റം ഉണ്ടാവും. വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല, അതുപോലെയൊക്കെ തന്നെയായിരിക്കും. ഇത് മൾട്ടി മില്ലറ്റ് ഇഡ്ലി ദോശ മിക്സ്. ഇതിൽ ഫുള്ള് മില്ലറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഫൈബർ റിച്ച് ആയിരിക്കും. മില്ലറ്റ് മൾട്ടി മില്ലറ്റ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് മുമ്പ് കുറച്ച് തൈര് ചേർക്കാം. അപ്പൊ പ്രോബയോട്ടിക് ആയിട്ട് കൂടെ വരും. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഗുണം കൂടും. നമ്മളിപ്പോ ഇവിടെ കുറെ പുട്ടുപൊടി ഉണ്ട്. ഈ ചക്കയുടെ പുട്ടുപൊടിയുടെ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്? ചക്കയുടെ പുട്ടുപൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ 30% ചക്കയായിരിക്കും, ബാക്കി 70% അരിയാണ്. പച്ച ചക്ക നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് ആ പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പൊ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ പുട്ടിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്തത് നമ്മുടെ ഈ ഇൻസ്റ്റന്റ് അപ്പം പൊടി, ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ് വരുന്നത്? ഇൻസ്റ്റന്റ് പാലപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് 1 മണിക്കൂർ മതി. പെട്ടെന്ന് വീട്ടമ്മമാർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ബെറ്റർ ഓപ്ഷനാണിത്. കാരണം 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് പാലപ്പം റെഡിയാക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ 1/2 മുറി തേങ്ങ, അതിന്റെ പാല് ഇല്ല. ഇനി അതും പറ്റിയില്ലെങ്കിൽ നമുക്ക് പശുവിന്റെ പാലെടുക്കാം. അത് 3 സ്പൂൺ എടുത്താൽ മതി. അത് ചെറിയ ചൂടുവെള്ളം നമുക്ക് കൈ മുക്കുമ്പോൾ നമുക്കൊരു ചെറിയ ചൂട് അനുഭവപ്പെടുന്ന അത്രയും ചൂട് മതി. പിന്നെ അതിലേക്ക് നമ്മൾ 2 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കലക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. മിക്സിയിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ തന്നെ 1 മണിക്കൂർ കൊണ്ട് അപ്പം ഉണ്ടാക്കാം. ഇനി അതല്ലാണ്ട് നമുക്കുള്ളത് മസാലയുടെ സെഗ്മെന്റ് ആണ്. നമുക്ക് കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, കൊറിയാണ്ടർ, മീറ്റ് മസാല, ഗരം മസാല, രസം മസാല, സാമ്പാർ മസാല, ടേർമറിക്. നമ്മുടെ അടുക്കളയിൽ വേണ്ടി വരുന്ന എല്ലാ മസാലകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഹോം മെയ്ഡ് പിക്കിൾസ് ആണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇല്ല. നല്ല പാക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് നോർമൽ നമ്മുടെ പുട്ടുപൊടികളാണ്. മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു പുട്ടുപൊടി എന്ന് പറയുന്നത് ബ്ലാക്ക് ബീറ്റ് പുട്ടുപൊടിയും ബക്ക് ബീറ്റ് പുട്ടുപൊടിയാണ്. ഈ ബക്ക് ബീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടാണ്. നമ്മൾ കൊറിയ, ജപ്പാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കും. നമുക്ക് പ്രൊഡക്ട്സിനെ എല്ലാം കണ്ടു. നമുക്കിനി ഇതിന്റെ ഒരു പ്രോസസ്സിലോട്ട് ഒന്ന് പോവാം. ഓക്കെ. ഇന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോണേ? നമ്മൾ മൾട്ടി മില്ലറ്റിന്റെ അപ്പം പൊടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് റെഡ് ജോവർ, ഇത് വൈറ്റ് ജോവർ, ഇത് കോഡോ മില്ലറ്റ്, ഓക്കെ. ഇത് ഫോക്സ്റ്റെയിൽ മില്ലറ്റ്, തിന, ലിറ്റിൽ മില്ലറ്റ്, ചാമ എന്ന് പറയും. ഇപ്പൊ ഉള്ളതെന്ന് പറയുന്നത് നാട്ടു ബജ്ര, രണ്ടാമത്തത് സാധാരണ ബജ്ര. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അപ്പം പൊടി ഉണ്ടാക്കുന്നത്. അതെ. ഇത് നല്ലോണം കഴുകണം. നല്ലോണം ഒരു 6 പ്രാവശ്യത്തോളം നമ്മൾ കഴുകിയതിന് ശേഷമാണ്, അതിൽ ചെളി പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്തുള്ള പ്രോസസ്സിലേക്ക് കിടക്കുക. ഇപ്പൊ കണ്ടോ, നമ്മൾ ഈ മില്ലറ്റ് ഒറ്റ പ്രാവശ്യം തന്നെ കഴുകിയപ്പോൾ തന്നെ അതിൽ ചെളി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ചെളി പോണത് കണ്ടോ. അപ്പൊ ഇത് നല്ലവണ്ണം നമ്മളൊരു 6-7 പ്രാവശ്യം കഴുകിയാൽ മാത്രമാണ് അതിൽ ചെളി പോകത്തുള്ളൂ. രണ്ടാമത്തെ മെഷീനാണിത്. ഇത് സ്റ്റീമറാണ്. സ്റ്റീമർ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ പുട്ടുപൊടിക്കാണ്. ഈ ട്രെയിൽ നമ്മൾ കഴുകിയതിന് ശേഷം നമ്മളൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കും. ഇത് പൾവറൈസറാണ്. പൾവറൈസർ നമ്മൾ പുട്ടുപൊടി, അപ്പപ്പൊടിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഡബിൾ ഹെഡ് പൾവറൈസറാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് സ്റ്റേജ് നടക്കും. ഇവിടെ ഒന്ന് ചതഞ്ഞതിന് ശേഷമാണ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത്. തരി കൂടുതൽ വേണ്ട അനുസരിച്ച് അതിന്റെ മെഷ് മാറ്റി കൊടുക്കും. അതെ, മെഷ് മാറ്റി കൊടുക്കും. പിന്നെ നേരെ വറക്കണ എക്യുപ്മെന്റ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പത്തിന്, പുട്ടിന്, അതുപോലെ തന്നെ മില്ലറ്റ് എല്ലാം പൊടിച്ചതിന് ശേഷം നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യും. കാരണം അതിന്റെ ഷെൽഫ് ലൈഫ് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് റോസ്റ്റിംഗ് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് എടുക്കുക. പിന്നെ നേരെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ആണ്. അതെ, ഷിഫ്റ്റിംഗ് ആണ്. ഇത് കൂടുതലും പുട്ടുപൊടിക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സാറാസായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? ഏറ്റവും നല്ല മെഷീൻ എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു സെർച്ചിങ്ങിലായിരുന്നു. പല ആൾക്കാരെയും നമ്മൾ കോണ്ടാക്ട് ചെയ്തു. പല കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ പ്ലാന്റ് ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ നമ്മൾ ഫീഡ്ബാക്സ് ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ കുറേയേറെ ആൾക്കാർ പല സജഷൻസും തന്നു. നമ്മളങ്ങനെ സാറാസിൽ ചെന്ന് അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം
അവർ നമുക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് തന്നു. ഇന്ന് വരെയും നമുക്കൊരു യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല, നല്ല രീതിയിൽ പോകുന്നു. നമ്മൾ എന്താഗ്രഹിച്ചോ അത് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ സാധിച്ചു. എന്താണ് ഈ സെക്ഷൻ? ഈ സെക്ഷൻ നമ്മുടെ ലാബാണ്. ഇവിടെ എന്ത് പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കസ്റ്റമറിലേക്ക് എത്തിക്കുള്ളൂ. ഇപ്പൊ എന്തൊക്കെ നമ്മളിവിടെ ട്രയൽ ചെയ്യാൻ പോണേ? ഇന്ന് ട്രയൽ ചെയ്യാൻ പോകുന്ന ജാക്ക് ഫ്രൂട്ടിന്റെ പുട്ടുപൊടി ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് പാലപ്പം, അത് മൾട്ടി മില്ലറ്റിന്റെ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പ്രൊഡക്ഷൻ നടത്തിയതാണ് ഇഡ്ഡലി ദോശ. അപ്പൊ അതിന്റെ കുറച്ച് മാവുണ്ട്, അത് നമ്മൾ കാണിച്ചു. അടുത്തായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിക്കുക. പൊടികളെല്ലാം സ്റ്റീംഡ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ സ്റ്റീം ചെയ്താൽ മതി. ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് മതിയാവും സ്റ്റീം ചെയ്താൽ മതി. ആയിട്ടുണ്ട്, നമുക്കെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഇഡ്ഡലി ദോശ മിക്സാണ്. ഇഡ്ഡലി ദോശ മിക്സിന് നമ്മൾ തലേദിവസം നമ്മൾ കലക്കി വയ്ക്കും. ആ പൊടി എടുക്കുക, ആവശ്യത്തിന് പൊടി എടുക്കുക, എന്നിട്ട് ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഇഡ്ഡലിക്കാണെങ്കിൽ കുറച്ച് വെള്ളം എടുക്കണം. ദോശയ്ക്കാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് കൺസിസ്റ്റൻസി അനുസരിച്ച് കലക്കുക. എന്നിട്ട് ഉപ്പ് ചേർക്കുക. ഉപ്പ് മാത്രം ചേർത്താൽ മതി, വേറെ ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് സാധാരണ നമ്മുടെ ദോശ പോലെ തന്നെ വരും. അതെ അതെ അതെ. നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ അതേ സാധാരണ ദോശയുടെ അതേ രീതിയിൽ അത് കിട്ടും. കണ്ടോ? അപ്പോൾ പ്രൊഡക്ട്സ് കണ്ടു, നമ്മുടെ പ്രോസസ്സിംഗ് ലൈൻ കണ്ടു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് പ്രൊഡക്ട്സ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണവർക്ക് എന്തെങ്കിലും ഒരു ടിപ്പായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കുക, അത് തന്നെയാണ് ഏറ്റവും എനിക്ക് പറയാനുള്ളത്. അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരിക.